എന്റെ പൊന്നുമക്കളെ, മോനപ്പാ അസ്സലാമലൈക്കും. കാക്ക എത്ര വർത്താനോ? സുഖല്ലേ? ബുദ്ധിമുട്ടൊന്നുണ്ടായില്ലേ? കസ്റ്റംസിന്റെ പ്രശ്നം ഉണ്ടായില്ല? എത്ര അവിടുത്തെ മട്ടോ ചൂട് ഇങ്ങനെ നല്ല ചൂടാന്നൊക്കെ പറഞ്ഞു. നല്ല ചൂടാ. എത്ര ഹോട്ടലില് കച്ചവടമൊക്കെ ഉണ്ടാ? കച്ചവടം നല്ല കച്ചവടാണ്. പക്ഷെ ഡ്യൂട്ടി ടൈം കണ്ടമാനുണ്ട്. 14 മണിക്കൂർ പണിയെടുക്കണം. എന്നെ അതിനത് കയറിയ രാത്രി കാണാൻ പറ്റുള്ളൂ. അത്രയും പണിയാ. ശമ്പളം പറയാനോ ചെറിയ ശമ്പളം, ഒരു മാറ്റം അതിന് വന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഏണിട്ടല്ലേ? അങ്ങനത് വരുന്നു. ആ അല്ലയാ, അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഇരിക്കെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പില്ലേ? ഇപ്പൊ ഇവിടെ ഇപ്പൊ എങ്ങനെ ബസ്സിന് പോകുന്നത്? ഇവിടെ മാനിപ്പോടാ. കാക്ക എത്രയാന്ന്? ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. കാക്ക ഇത് അമ്മായി കൊടുത്താണ്. അതിന്റെ ഒക്കെ ആവശ്യന്റെ കുട്ടിയെ ഇത് എവിടുന്ന് വാങ്ങിയതാടാ? അത് ലുലുന്നാ. ഇതിനിപ്പോ അവിടെ എത്ര കൊടുത്തു പറ്റി? അതിലിപ്പോ 110 ദിർഹംസ്. 110 ദിർഹംസ് അല്ലേ? ഇതിനിപ്പോ ഇന്ത്യന്റെ 2500 ഉറുപ്പ്യ ഇതിന്റെ കണക്ക് പ്രകാരം. ഏതായാലും ഇപ്പൊ ആൾക്കാർക്ക് ഈ വരുന്നവർക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ സാധനം കൊടുത്താല് എത്തപ്പോ കഥ. എനിക്കിപ്പോ അവിടെ ഹോട്ടൽ പണിയാന്ന് എനിക്കിപ്പോ നന്നായിട്ട് അറിയാം. ഇജ്ജ് ഒരു കാര്യം ചെയ്യേ, കാക്കാനെ കുട്ടി ഇതാടെ വെക്ക്. കാക്കകള് അല്ല, അത് പറഞ്ഞാൽ പറ്റില്ല. ഞാന് 10-20 കൊല്ലം ഗൾഫിൽ കഷ്ടപ്പെട്ടാണ്. എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ഇതാണ് വെക്ക്. അത് പറഞ്ഞാൽ പറ്റൂല. സ്പ്രേ ഇത് എവിടുന്ന വാങ്ങിയടാ? അത് നെക്സ്റ്റോന്ന് വാങ്ങിയതാ. ഇതിനിപ്പോ എത്രയായി? അതിനകത്തൊന്നുമില്ല. 15 ദിർഹംസ്. 15 ദിർഹംസ് അല്ലേ? ഇതിനിപ്പോ ഇന്ത്യന്റെ 300 ഉറുപ്പ്യായി. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എന്റെ പൈസയൊന്നുമില്ല, എന്റെ പൈസയില്ല. ഇങ്ങനെ നമ്മളെ കുടുംബക്കാരും അയൽവാസികളൊക്കെ ഉമ്മാര് തീരുമാനം എടുക്കുകയാണെച്ചെങ്കില് 2 കൊല്ലം കൂടുമ്പോ വരുന്ന ആൾക്കാർക്ക് മൂന്നാം മാസം വന്നു കഴിഞ്ഞ് പെരയിൽ പെണ്ണിനും കുട്ടികളും കണ്ടിട്ട് പോയിക്കൂടെ?